നമ്മളിപ്പോൾ ഗണ്ടോലയിലാണ് പോകുന്നത്. ഗുൽമാർഗ് എന്ന് പറയുന്ന സ്ഥലം കാശ്മീരിലെ ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ റോപ്പ് വേ ആണ്. ഇതിന് ഗോണ്ടോല എന്നാണ് പറയുന്നത്. ഇത് 2 ഫേസ് ആണുള്ളത്. ഇതിപ്പോൾ ഫേസ് 1 നമ്മൾ 7 കിലോമീറ്ററോളം സഞ്ചരിക്കും. അത് കഴിഞ്ഞ് ഫേസ് 2. ഫേസ് 2 ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഹൃദ്രോഗമുള്ളവർ, ശ്വാസം മുട്ടുള്ളവരൊക്കെ പ്രശ്നമാണ്, അവിടെ വിടില്ല. അല്ലാത്ത ആൾക്ക് ചെറിയൊരു ശ്വാസം മുട്ടിൽ അനുഭവപ്പെട്ടേക്കാം. പക്ഷെ അത് കുഴപ്പമില്ല. മരുന്നുള്ള കപ്പത്തിന് കൊടുത്തേണ്ട, മമ്മി കൊടുത്തിട്ടുണ്ട്. പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല, ഒരു കുഴപ്പം വരില്ല. ധൈര്യമായിട്ടിരുന്നു. ശരി ശരി, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, നമ്മള് 11,000 അടി താഴ്ചയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. 11,000 അടി താഴ്ച, 12 അടി മുകളിൽ താഴ്ത്തു. ഈ ഗുൽമാർഗ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു മാർഗുണ്ട്, അവിടെയാണ് സെക്കൻഡ് സ്റ്റേറ്റ്. അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലാണ് ടോപ്പ് സ്റ്റേറ്റ്. അവിടെ വരെ നമ്മൾ പോയത്. മുകളിലാണ് ഓപ്ഷൻ കുറവ്. ഈ സ്ഥലത്തിന്റെ പേര് നമ്മുടെ ഇങ്ങോട്ട് ഗുൽമാർഗ് എന്താന്ന് പറയാൻ പറ്റാ? ഗുൽമാർഗ്. ആ, ജമ്മു കാശ്മീരിലെ ഗുൽമാർഗാണ്. എല്ലാവർക്കും നല്ല സന്തോഷമായി. പറഞ്ഞോ, പറ്റും പിന്നെ ഹിമാലയ പറഞ്ഞത് നമ്മളിപ്പോ സഹ്യപർവ്വതി പറ്റാണ്. വയനാട് സഹ്യപർവ്വതി പറ്റാണ്. മമ്മി എന്തെല്ലാം തോന്നാറുണ്ടോ? എങ്ങനെയുണ്ട് കണ്ടിട്ട്? കുത്തമ്മീനാർ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നന്നായിരിക്കണോ? ഒരു മിനിറ്റ്. വരും ഒക്കെ ഉണ്ട് ആൾക്കാരുണ്ട്. അവിടെ നിൽക്കും, ഇവിടെ നിൽക്കൊരു ഫോട്ടോ. डैडी
ഡാഡിനെ പിടിക്കണം, പിടിച്ച് വലിച്ചു അല്ലാതെ രക്ഷയില്ല. അങ്ങനെ ഫോട്ടോയിലില്ലാതെ പറ്റില്ല. ഇങ്ങോട്ടൊക്കെ ഫോട്ടോ ഇല്ലാണ്ട് പറ്റില്ല. ഓ എഴുന്നേറ്റ അവരുടെ കഴിക്കാം. അവിടെ നിന്ന് അടേഞ്ചേട്ട് നിന്ന് ഞാൻ എടുക്കാം. അടി മമ്മി വാ, ഇപ്പൊ വിളിക്കാം, ഇപ്പൊ വിളിക്കാം. ഇവരൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. സ്ലോ മോഷൻ എവിടെ നോട്ടാന്ന് പറയണേ. കഴിഞ്ഞോ? അത് കണ്ടു കണ്ടു കണ്ടു. മമ്മിയുടെ മുഖത്ത് സങ്കടം പറഞ്ഞു. മമ്മി ചിരിക്കേ. മുന്താസിന്റെ എടാ നന്നായിട്ട് ഫോക്കസ് ചെയ്തു. എടാ അതല്ല വേണ്ട, അതിന്റെ അതെടുക്കും, ഇങ്ങനെ എടുക്കും. അടിപൊളി. ഹലോ ഹലോ എടി നിന്റെ മാസ്ക് ഒന്ന് ഊരുന്നാ. വീഡിയോ വീഡിയോ. അമ്മ എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിനെ പറ്റി ഈ താജ്മഹലിനെ കുറിച്ച്. താജ്മഹൽ മമ്മി വളരെ കാലം മുമ്പേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മോളിൽ കയറി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞോണം വന്നപ്പോഴും വന്നപ്പോഴും കയറിയില്ല. ഓർമ്മ കയറിപ്പോയി. ഈ താജ്മഹലിന്റെ ചരിത്രത്തെ കുറിച്ച് പറയൂ. ഇത് എന്തിനു വേണ്ടി പണിതാ? അത് മുംതാസിന്റെ ഓർമ്മയ്ക്കായിട്ട് ഷാജഹാൻ പണിതതാണ്. എത്ര ഭാര്യമാരുണ്ടായിരുന്നു? 3 എന്നാണ് പറയണത്. മൂന്നാമത്തെ ഭാര്യയിൽ എത്ര പിള്ളേരുണ്ടായിരുന്നു? 14 കുട്ടികളുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ആ കാണുന്ന കെട്ടിടത്തിന്റെ മുകളിൽ എത്ര മിനാരങ്ങളുണ്ട്? ഈ മമ്മി ഈ കാണുന്ന ഈ താജ്മഹലിന്റെ ഈ ഇതുണ്ടല്ലോ, ഈ ഗോപുരം, ഇത് 3 ഡിഗ്രി പുറത്തേക്ക് ചരിഞ്ഞാൽ വന്നത്. കാരണം ഭൂമിയിൽക്കും വന്നാലും ഇതിലേക്ക് വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് 4 മിനാരങ്ങൾ പണിതാൻ. അങ്ങനെയാണ്. ആ കെട്ടിടത്തിന്റെ മുകളിൽ കണ്ടോ 11, 22 മിനാരങ്ങളുണ്ട്, മുകുടങ്ങള്. അതിനെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 22 വർഷം 20,000 പേര് പണിയെടുത്താണ് തീർത്തത്. ഇത് ആ ഗേറ്റിന്റെ പേര് മുംതാസ് മഹൽ ഗേറ്റ് തന്നെ പറയാം. അത് മറ്റേത് വേറെ ആദ്യത്തെ ഭാര്യയുടെ പേര്, വേറെ രണ്ടാമത്തെ ഭാര്യയുടെ പേര്, ഓരോ ഗേറ്റുകളൊക്കെ. ഇങ്ങോട്ടോ ഹലോ ഹലോ ഹലോ. ആരും എന്നെ പിടിക്കണില്ല. ഫോട്ടോ ആന്റി ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറഞ്ഞ? ഈ ടൂറിനെ കുറിച്ചുള്ള അഭിപ്രായം പറയും. നല്ല അഭിപ്രായം. ഷാജഹാൻ ആർക്ക് വേണ്ടിയിട്ടാ പണിതത്? നമ്മുടെ ഇത് മൂന്നാമത്തെ ഭാര്യ. എത്ര മക്കളുണ്ട് അവർക്ക്? 14. എങ്ങനെയാ മുംതാസ് മരിച്ചത്? പ്രസവിച്ചു മരിച്ചു. അവരെ അതാ അത് കിട്ടും. അന്നത് പറയും. എന്താ അഭിപ്രായം? അടിപൊളിയാണോ? താങ്ക് യു. നല്ല വാക്കുകൾക്ക് നന്ദി. ഇങ്ങോട്ട് നോക്കൂ ഡേവിഡ്. ആന്റി ഹായ് അങ്ങനെ പറ. അത് തന്നെ മതാമാരൊക്കെ അങ്ങനെ പറയാം ഹായ്. ഇങ്ങോട്ട് നോക്കണം. ഡാഡി എങ്ങനെയുണ്ട് പുത്തൂര് ടൂറ്? അടിപൊളി. ഡാഡിക്ക് സന്തോഷം കൊണ്ട് മിണ്ടാൻ വയ്യ. അഭിപ്രായം ടൂറിനെ കുറിച്ച് അപ്പച്ചൻ്റെ അഭിപ്രായം എന്താ?
നല്ലത്. ഇത് പറ, ഒന്ന് സംസാരിക്കേ. ഞാൻ ചോദിക്കും ഓരോന്ന്. ഇത് എവിടെയാ നമ്മൾ നിൽക്കണേ? ഇപ്പൊ ഉത്തർപ്രദേശിലെ ആഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്നിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? വളരെയധികം. നമ്മുടെ മൊത്തത്തിൽ ടൂർ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, ഒരു കുഴപ്പമില്ല. കാലിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? തലകറക്കം വല്ലതും ഉണ്ടോ? ശ്വാസം മുട്ട് വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പമില്ല. വിശക്കണ്ടോ? ചായ ഇടണം. മേടിച്ചരാം. ഓക്കെ.
ബായ് ബംഗാളി ഇവിടെ അന്നാലും കിട്ടും ഒരു ഫോട്ടോ കിട്ടി നീ എന്നാലും ഒരു ഐഡിയ കിട്ടും. ആ ഫോട്ടോ എടുക്കാനാ ഫോട്ടോ എടുക്കാനാ മൂത്രയിച്ചോ ആ തൊപ്പിക്ക് മാറ്റാ ഞാൻ നാളെ കാണണ്ട. ഇഫ്രാം ഭായ് ക്യാ ഭായ് हमारा आदमी है हमारा पूरा आपके पास है. എല്ലാവരും ഇങ്ങോട്ട് നോക്ക് വീഡിയോ പിടിക്കാണ് എല്ലാവരും ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അപ്പൊ ഞങ്ങൾ പോയി നിൽക്കില്ലേട്ടാ അത് കുഴപ്പമില്ല. മമ്മി ഇങ്ങോട്ട് നോക്കിയേ മമ്മി നോക്കിയേ ഈ ടീമിലെ ഏറ്റവും സുന്ദരി ഈ ടീമിലെ നേതാവ് റോസി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കുന്നേ ഇല്ല ആകെ മൂത്ത മോനോട് ആകെ ദേഷ്യത്തിലാണ്. ഇങ്ങനെ നോക്ക് അപ്പച്ചന്റെ കൂടെയാണ് നിൽക്കാം. എവിടെയാണ് ഞാൻ എല്ലാവരും വീഡിയോ കണ്ട എന്റെ മാത്രം ആരും എടുക്കണില്ല കേട്ടോ. ഇപ്പൊ എല്ലാവരും എന്നെ ഔട്ടാക്കിയത് എനിക്ക് വേണം എന്നെ ഔട്ടാക്കിയത് എനിക്ക് വേണം. ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ബാക്കി അപ്പൊ കിട്ടുമല്ലോ. ഇപ്പൊ കിട്ടിയാലും കിട്ടിയില്ല തന്നെ ചോപ്പ് ഞാനിപ്പോ എടുക്കുന്നേ ഉള്ളൂ. ഇല്ല ബ്ലാക്ക് ആണല്ലോ ഇപ്പൊ കൗണ്ട് ചെയ്യുന്നുണ്ട്. അമ്മീനെ കിട്ടില്ലേ? ഓ ഇനി പാറൊക്കെയുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. മതി അങ്ങോട്ട് അവിടെ പൊക്കോ അവിടെ പോണേ പൊക്കോ പിള്ളേർ പൊക്കോ പിള്ളേരുടെ കൂടെ ഞാനും വരാം. വാ വണ്ടി വാ അളിയ വാ മമ്മി വാ അങ്ങ് വാ വന്നൊരു വാ ഇത്രയേ ഉള്ളു വാ രസമാ വാ. ഇപ്പൊ ഡേവിഡോ ഓ റോഡ് അത് ശരി അതാണ് അവസ്ഥ. കമ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഏത് റോഡ് എല്ലാവരും തിരിഞ്ഞു നോക്കേ റിന്നി തിരിഞ്ഞു നോക്ക്. അപ്പൊ വർത്തമാനം പറഞ്ഞോ ഇപ്പൊ എവിടെ നിൽക്കണമെന്ന് പറ. പഹൽഗാമില് ചന്ദൻവാരി ഇന്നത്തെ ഡേറ്റ് 10-ാം തീയതി 11 സെപ്റ്റംബർ 2022. ചന്ദൻവാരിയിൽ നിന്ന് ക്യാമറമാൻ ഡെന്നി ദവസിക്കുട്ടിയോട് റേഡിയോ മാൻ ഇല്ലാത്തത് കൊണ്ട് ഇത് നമ്മളെ അവിടുത്തെ വാലിയാണ്. ഡാഡി മമ്മി അങ്ങ് ഒരു ഫോട്ടോ എടുക്കാവാ. ആ ഇനി അപ്പത്തിന് മമ്മി മാത്രം ഒരെണ്ണം ആയിക്കോട്ടെ. ഇത്തിരി ഇങ്ങോട്ട് നിങ്ങളെല്ലാവരും കാണുള്ളൂ അതാണ്. ഓ മലേ അരുമലേ ഒന്നിച്ചിരി
ഇടുക്ക് ആ മതി മതി അവിടെ പോയി നാളും രാവിലെ നടക്കാനിറങ്ങിയതാണ്. ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഏകദേശം 100 മീറ്റർ കടന്നപ്പോൾ തന്നെ ചെറിയൊരു അരുവി കാണാൻ കഴിഞ്ഞു. അരുവിക്ക് കുറുകെയുള്ള പാലം കടന്നിട്ട് വേണം ഹോട്ടലിലേക്ക് പോകുവാൻ. ആ കാണുന്നതാണ് ഞങ്ങൾ താമസിക്കുന്ന ബ്രൈറ്റ് പാലസ്. മലനിരകളുടെ താഴ്വരയിലുള്ള ഒരു പ്രദേശമാണിത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഒഴുകുകയാണ് 2 നദികൾ. ഒരു നദി ഇവിടെ 2ആയി തിരിയുന്നതാണ് കാണുന്നത്. പൊതുവേ ഹിമാലയത്തിൽ ഒഴുകുന്ന നദികളെല്ലാം ഈ വെളുത്ത നിറത്തിൽ പതയോടുകൂടിയാണ് ഒഴുകുന്നത്. ഇവിടെയുള്ള കാൽസ്യം സ്റ്റോണുകളുടേതായിരിക്കാം ഒരുപക്ഷെ ഈ നദികൾക്ക് ഈ വെളുത്ത നിറം കൊടുക്കുന്നത്. താഴ്വരയാണ്. താഴ്വരയിൽ പൈൻ ഫോറസ്റ്റുകൾ ആണ് ഉള്ളത്. കൂടുതലും ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളാണ് ഈ കാണുന്നത്. അങ്ങ് അകലെ കാണുന്ന മലനിര വളരെ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുകയാണ്. എത്ര സുന്ദരവും നയനാനന്ദകരമായ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. സത്യത്തിൽ കാശ്മീർ ഇന്ത്യയുടെ സ്വർഗമാണ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് അന്വർത്ഥത്തിലാക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ കിട്ടുന്നത്. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇപ്പോൾ കൂടിപ്പോയാൽ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് അത്രയേ ഉള്ളൂ. നല്ല അനുകൂലമായിട്ട് കാലാവസ്ഥ. കൂടുതൽ തണുപ്പില്ല, കൂടുതൽ ചൂടുമില്ല. പഹൽഗാം എന്തുകൊണ്ടും കാണേണ്ടതായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മഹാരാജാവ് ഗുലാബ് സിംഗിൻ്റെ കൊട്ടാരവും രാജ്ഭവനും ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ 227 കൊല്ലം 46 ദിവസം 32 മിനിറ്റാണ് ഈ കൊല്ലത്തിൽ ഇതിൻ്റെ പഴക്കം. ഇതൊക്കെ ജനങ്ങൾ കാണാനുള്ള 27 കൊല്ലം. ഡാഡി എങ്ങ് വാ ഡാഡി പാൻറ്റൊക്കെ ഇട്ടോടി ഭയങ്കര ഹെഡ് വെയിറ്റ്. മമ്മിയുടെ കൂടെ നിൽക്കണില്ല. ഇങ്ങോട്ട് ശരി. അയ്യോ നിക്ക